ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 23,600 മാർക്ക് ചെയ്തിട്ടുണ്ട്, 24,400 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 400 പോയിൻ്റ് അപ്പ് സൈഡ് അല്ലെങ്കിൽ 400 പോയിൻ്റ് ഡൗൺ സൈഡാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ കൂടുതലും 23,600 വരാൻ ചാൻസ് ഉള്ള കാരണം ഞാൻ പുട്ട് ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ സമയം 9:14 ആയിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. 23,900 പുട്ട് ഓപ്ഷൻ ജാനുവരി 16 ഇപ്പോൾ 181 ക്ലോസ് ആയിരിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആവാൻ ഇനിയിപ്പോൾ 5 സെക്കൻഡ്സ് കൂടെ ഉള്ളൂ. 9:15 മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് കുറച്ച് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 181 ക്ലോസ് ആയിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 166 ബാങ്ക് നിഫ്റ്റി മൈനസിലാണ്. നിഫ്റ്റി +23 +20 റേഞ്ചിലാണ്. 24,000 30 റേഞ്ചിൽ. ഇപ്പോൾ എന്തായാലും ഞാൻ മാർക്കറ്റ് 9:15 ക്ലോസ് ഓപ്പൺ ആവും അപ്പം തന്നെ ഞാൻ ട്രേഡ് എടുക്കാറില്ല. ഒരു 9:17 അല്ലെങ്കിൽ 9:20 കഴിഞ്ഞിട്ടാണ് ട്രേഡ് എടുക്കാറ്. പല ആൾക്കാരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ എന്തായാലും കുറച്ചൊന്ന് ഒതുങ്ങി ആകുമ്പോഴാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യാൻ എടുത്തേക്കുന്ന ക്യാപിറ്റൽ 17,000 അതിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ ഒരു 8,000 അല്ലെങ്കിൽ 9,000 എടുക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പോകാൻ 100% ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന പൈസ പോയി എന്ന് കണക്ക് കൂട്ടിയിട്ട് തന്നെ വേണം ട്രേഡ് ചെയ്യാൻ. എനിക്ക് വളരെ നാൾ കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അനുഭവമാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ട്രേഡ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ബിസിനസ്സിൽ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും നിങ്ങൾ 10 ട്രേഡിൽ 6 ട്രേഡ് മാത്രമേ ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ നിങ്ങളുടെ മനസ്സിലൊരു വ്യൂ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പോകാനും ചാൻസ് ഉണ്ട്. 100% ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. കാരണം മാർക്കറ്റിൻ്റെ കാര്യം ഒന്നും ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പൈസ പോകുമ്പോഴും നമുക്ക് വലിയ സങ്കടം ഉണ്ടാവില്ല, കിട്ടുമ്പോഴും വലിയ സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇമോഷൻസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓപ്ഷൻ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഒരു ലോട്ട് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ റിക്വയർഡ് ഫണ്ട് 12,607 കാണിക്കുന്നത്. 23,900 പുട്ട് ഓപ്ഷൻ്റെ ഒരു പ്രൈസ്. അപ്പോൾ ഞാൻ അത്ര ഒരു റേഞ്ചിലോട്ട് പോകുന്നില്ല. ഒരു 8,000 അല്ലെങ്കിൽ 9,000 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളൂ എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടേതായ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. ഇതിപ്പോൾ ഞാൻ 23,850 പുട്ട് ഓപ്ഷൻ നോക്കിയിട്ടുണ്ട്. 149 അതും ഒരു ലോട്ട് മേടിക്കാൻ 12,000 രൂപ അടുത്ത് തന്നെ വേണം. അപ്പോൾ ഞാൻ വേറെ ഒരു എനിക്ക് അത്ര ഒരു ഉറപ്പ് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ വീക്കിൽ എടുക്കാറുണ്ട്. അത് എനിക്ക് അപ്പം തോന്നുന്ന ഒരു കാര്യങ്ങളാണ്. ഞാനിപ്പോൾ എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ മാർക്കറ്റിൻ്റെ മുന്നിൽ നിന്ന് ഈ സ്ട്രൈക്ക് പ്രൈസും അതിൻ്റെ ഓരോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്നുകൂടെ ആലോചിക്കുമ്പോൾ മാറും. അതുകൊണ്ട് ഞാൻ ഒന്നും ഫിക്സഡ് ആയിട്ടൊന്നും പറയാറില്ല. 23,750 ഒന്ന് നോക്കാം നെക്സ്റ്റ് വീക്ക്. അത് ഒരു ലോട്ട് എടുക്കുമ്പോൾ അതിന് 9,148 വേണ്ടത് ഒരു ലോട്ട് മേടിക്കാൻ. ഞാൻ ഒരു 8,000 9,000 കുഴപ്പമില്ല. എന്നാലും ഞാനൊരു 8,000 കിട്ടുന്ന ഒരു പ്രീമിയം ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. അത് നമുക്ക് എത്രയൊക്കെ കാൽക്കുലേഷൻ ചെയ്താലും മാർക്കറ്റിന് മുന്നിൽ പ്ലേസ് ബൈ ഔട്ട് എടുക്കുമ്പോൾ ഒരു ടെൻഷൻ അടിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ ഒരു ടൈം നമുക്ക് വരും. നമ്മുടെ ഓരോ സെക്കൻഡിലും നമ്മളിങ്ങനെ മൈൻഡ് മാറ്റിക്കൊണ്ടേ ഇരിക്കുമായിരിക്കും മാർക്കറ്റിൽ അനുസരിച്ചിട്ട്. അപ്പോൾ 23,650 ഞാൻ ഈ വീക്കിൽ നോക്കാം. ഇപ്പോൾ 5 ലോട്ട് എടുക്കുന്നതിന് 14,000 രൂപ വേണം. 3 ലോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലോട്ടിന് 6,087 രൂപയാണ് വേണ്ടത്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ എന്തായാലും 2 ലോട്ട്സ് 6,000 3 ലോട്ട് 9,000 രൂപ അടുത്ത് ഞാൻ എന്തായാലും പ്ലേസ് ബൈ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ചാർട്ടിലോട്ട് പോവാം. 23,650 പുട്ട് ഓപ്ഷനാണ്.
ഇപ്പോൾ ഇവിടെ എനിക്ക് ലോസിലാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 258 രൂപ ലോസാണ്. 300 രൂപയോളം ലോസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 390, 438. എന്തായാലും നമുക്ക് നോക്കാം. ഞാനെന്തായാലും ഇത് വലിയൊരു ലോസിലൊന്നും കൊടുക്കാൻ പ്ലാൻ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 23 ഒരു മാർക്കറ്റിൽ നല്ലൊരു ഫോള് വരുന്ന എനിക്കൊരു എൻ്റെ ഒരു വ്യൂ അങ്ങനെയുണ്ട്. അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പറയാൻ. കാരണം ഞാൻ 2 ആഴ്ചയായിട്ട് ട്രേഡേ ചെയ്യണ്ടായില്ല. അപ്പോൾ ഇന്ന് കാലത്താണ് ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്തത്. അപ്പോൾ തന്നെയാണ് എനിക്ക് 23,600 വരുന്നു തോന്നിയത്. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. ഞാൻ നിങ്ങളടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും. ഞാൻ ഒരു ടെക്നിക്കലും ഒന്നും യൂസ് ചെയ്യുന്നില്ല, ന്യൂസ് വായിക്കുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് 1000 രൂപ ലോസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 23,600 ഫോള് വരുന്ന എനിക്ക് തോന്നിയെങ്കിലും പക്ഷേ ഞാൻ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പോകാനും ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് മാർക്കറ്റിൽ കാണുന്നുള്ളൂ. അതല്ലാതെ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ പോകുന്ന ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒരുപാട് അങ്ങോട്ട് വർക്ക് ആവില്ല. എന്തായാലും ഇപ്പോൾ സ്റ്റിൽ 1000 രൂപ ലോസിൽ തന്നെയാണ്. 37.65 ബൈ പ്രൈസ്, 32.90 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ വിചാരിച്ച പോലെ 23,600 മാർക്കറ്റ് വരികയാണെങ്കിൽ 37 രൂപയുടെ ഇപ്പോഴത്തെ പ്രീമിയം അതൊരു 150 മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 5% അല്ലെങ്കിൽ 4% ഇരട്ടി പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 8,000 ആണെങ്കിൽ ഒരു 20,000 റുപ്പീസ് വരെ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇന്ന് തന്നെ. ഞാൻ വിചാരിച്ച പോലെ പോയാൽ മാത്രം. പക്ഷേ അത്ര നേരമൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പോയാലും കുഴപ്പമില്ലാത്ത പൈസ എങ്കിലാണ് എനിക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ചെറിയൊരു പ്രോഫിറ്റ് വരുമ്പോൾ എക്സിറ്റ് ആവാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. പക്ഷേ ഓപ്ഷൻ ചെയ്യുമ്പോൾ എനിക്കും ചെയ്യാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ട്രേഡ് ചെയ്യാനാണ് ആഗ്രഹം. ഒരു 10,000 15,000 പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അത് ഓപ്ഷനിലോട്ട് ഇടുക. അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വ്യൂ എത്തണ വരെ ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. നല്ല പ്രോഫിറ്റും കിട്ടും. അപ്പോൾ നമുക്ക് പോയാലും സങ്കടം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ട്രേഡിംഗ് സിസ്റ്റമാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഒരു 10,000 രൂപയൊന്നും ഇപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമല്ല ലൈഫിൽ. അപ്പോൾ അത് കാരണമാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് 1,200 റുപ്പീസ് 1,300 റുപ്പീസ് അടുത്ത് ലോസിലാണ് ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പാനിക്കാവാതെ ഇരിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. പാനിക്കാവാതെ ഇരിക്കുക എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്ന ഒരു എമൗണ്ട് ഇടുക. അപ്പോഴാണ് നമുക്ക് പാനിക്കാവാതെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വലിയ എമൗണ്ട് നമുക്ക് താങ്ങാൻ പറ്റാത്തതിനേക്കാളും എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാനിക്കാവാതെ വേറെ രക്ഷയില്ല. ഇപ്പോൾ എന്തായാലും 1,300 റുപ്പീസ് 1,400 റുപ്പീസ് ലോസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഈ ഒരു ലോസിൽ ഞാൻ എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ല. കാരണം അതൊന്ന് കയറി വരും, ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് വരും, അല്ലെങ്കിൽ ചെറിയൊരു ലോസിൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ പ്ലാൻ. എന്തായാലും നമുക്ക് നോക്കാം. 1,500 രൂപയോളം ഇപ്പോൾ ലോസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 37.65 മേടിച്ചു. ഇപ്പോൾ അതിൻ്റെ വില 32. 1,300 1,400 ലോസ് ഉണ്ട്. എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ നിഫ്റ്റി പ്ലസ്സിലാണ്, ബാങ്ക് നിഫ്റ്റി മൈനസിലാണ്. ബാങ്ക് നിഫ്റ്റിയും പതിയെ മൈനസിലോട്ട് വരുന്നുള്ളൊരു വ്യൂ ഉണ്ട് എനിക്ക്. എന്തായാലും നമുക്ക് 1,200 രൂപയോളം ഇപ്പോൾ ലോസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 1,400 രൂപയോളം. ഞാൻ പുട്ട് ഓപ്ഷൻ മേടിച്ചപ്പോൾ നിഫ്റ്റി +20 ആയിരുന്നു. ഇപ്പോൾ നിഫ്റ്റി +77 റേഞ്ചിലായി. അപ്പോൾ ഒരു 50 പോയിൻ്റ് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നുന്നൊരു 5 മിനിറ്റ്സിൽ എന്തോ വലിച്ച് കയറ്റിയതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 1,600 1,700 രൂപയോളം നമുക്ക് ലോസ് വരെ വന്നിട്ടുണ്ടായിരുന്നു. 30 രൂപയായി. നമ്മൾ മേടിച്ച പ്രീമിയം 37 മേടിച്ചത്. അപ്പോൾ എന്തായാലും ഒന്ന് കാമായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യാം. എന്നാലാണ് നമുക്ക് നമ്മുടെ ബ്രെയിനും നന്നായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇപ്പോഴും നമുക്ക് ലോസ് തന്നെയാണ്. 1,350 രൂപയോളം ലോസ് ഉണ്ട്. 1,300 രൂപയോളം ലോസ് ഉണ്ട്.
1350, 1200, 1300 റേഞ്ച്, ഒരു 1000 to 1500 റേഞ്ചിൻ്റെ ഇടയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ 1100, 1200 റേഞ്ച് ആയിട്ടുണ്ട്. എന്താവുമെന്ന് നമുക്ക് നോക്കാം. ₹1000 ലോസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ മുകളിൽ നിങ്ങൾ നോക്കിയറിയാം, 270 ലോസിലേയും കൊടുത്തു. 1700 വരെ ലോസ് പോയതാണ്, അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മുകളിൽ നോക്കിയറിയാം 270 ലോസ് കുറഞ്ഞപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അടുത്ത പുട്ട് ഓപ്ഷനിലോട്ട് പോവുകയാണ്. മാർക്കറ്റ് ഫോളോ ആവുന്ന തന്നെയാണ് എൻ്റെ വ്യൂ സ്റ്റിൽ. അപ്പോൾ 23,800 പുട്ട് ഓപ്ഷൻ ഞാൻ നോക്കിയിട്ടുണ്ട്. 16th ജാനുവരിയിലെ അത് റിക്വേർഡ് ഫണ്ട് 12,111 വേണം. അപ്പോൾ 23,600 ആണ് എനിക്ക് നല്ലൊരു ഫാള് വരുന്നു തോന്നുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പ്രൈസ് ചിലപ്പോൾ ഞാൻ 23,800 ആയിരിക്കില്ല എടുക്കുന്നത്, വല്ല 23,550 23,650 ഒക്കെ എടുക്കാനായിരിക്കും പ്ലാൻ. എന്നാലും 23,550 ലോ ഒന്ന് നോക്കാം. 91 റുപ്പീസാണ് ഇപ്പോൾ ഒരു ലോട്ട് എടുത്തു. ഒരു ലോട്ട് എടുക്കുമ്പോൾ 7,000 റുപ്പീസ് ഓൾമോസ്റ്റ് വേണം നമുക്ക് ക്യാപിറ്റലായിട്ട്. എന്തായാലും എനിക്കിതൊരു ഷുവർ ഷോർട്ടായിട്ട് പോലെ തോന്നുന്നുണ്ട്. അതാണ് ഞാനൊരു 2 ലോട്ട് ആഡ് ചെയ്യുകയാണ്. 14,000 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 23,500 2 ലോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്, 14,000 രൂപ. അതൊരു ഷുവർ ഷോർട്ടായിട്ട് തോന്നി, കുറച്ച് റിസ്ക് ആണ്. എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കി അറിയാം, നമ്മൾ 37 രൂപയ്ക്ക് മേടിച്ചിട്ട് പ്രീമിയം ഇപ്പോൾ 63 ഇത് ഓൾമോസ്റ്റ് ഡബിൾ ആവാറായിട്ടുണ്ട്. മാർക്കറ്റിൽ നല്ലൊരു ഫാള് വന്നു. പക്ഷേ ഞാൻ ചെറിയൊരു ലോസ് കുറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തതാണ്. എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ മേളിൽ നോക്കി ടോട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 450 രൂപയോളം പ്രോഫിറ്റ് ഉണ്ട്. 500-700 രൂപയോളം പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ 23,550 പുട്ട് ഓപ്ഷൻ അപ്സൈഡ് കയറുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ പ്രോഫിറ്റ് വരുന്നത്. 200 രൂപ ലോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റിൽ നമുക്കിപ്പോഴും 600 രൂപയോളം പ്രോഫിറ്റ് ഉണ്ട്. മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പുട്ട് ഓപ്ഷനും നല്ല രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിക്ക് -400 ആയിട്ടുണ്ട്. നിഫ്റ്റി -29 +70 വരെ പോയതാണ്. നമുക്കിപ്പോൾ 1,200 രൂപയോളം ലാഭമുണ്ട്, 1,300 രൂപയോളം. എന്തായാലും ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒരു 1000 രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഇറങ്ങുന്ന രീതിയിലായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, പോയാലും കുഴപ്പമില്ലാത്ത പൈസയാണെങ്കിൽ ഞാൻ എന്തൊരു നേരം എൻ്റെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തേനെ. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും ഓപ്ഷൻ നോക്കാം. 16th ജാനുവരി 23,650 എല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 915 രൂപയുണ്ട്. മേളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ നിഫ്റ്റി കുറച്ചൊന്ന് റിക്കവർ ആവുന്നുണ്ട്. നേരത്തെ -30 പോയിരുന്നു, ഇപ്പോൾ -8 ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ട്രേഡ് ചെയ്യുന്ന 24,000 അടുത്ത് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വ്യൂ 23,600 ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ അവിടെ പറ്റിയില്ല. അത് സിസ്റ്റം ഒന്ന് ഇതായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇപ്പോൾ സമയം 11:15 ആയിട്ടുള്ളൂ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ആദ്യം എടുത്തത് 23,650 PE 37 മേടിച്ചിട്ട് ഞാൻ വിറ്റത് 36 അത് LTP 140 ഞാൻ പറഞ്ഞ പോലെ തന്നെ 150 റേഞ്ച് ഒരു 8,000 രൂപ ആകുമ്പോൾ കൊടുത്തില്ലായിരുന്നു. ഇപ്പോൾ 20,000 മുകളിൽ പ്രോഫിറ്റ് ഉണ്ടായേനെ. മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,760 റേഞ്ചിലാണ്. ലോ പോകുന്നത് 23,600 ഇന്ന് പോയിട്ടുണ്ട്. പിന്നെ ഞാനെടുത്ത് 20,550 PE ആണ്. നിങ്ങൾ നേരത്തെ കണ്ടതാണ്. അത് ഞാൻ 91 മേടിച്ചിട്ട് 99 സെല്ല് ചെയ്തു. അതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 167 അത് ഓൾമോസ്റ്റ് 100% നമുക്ക് ഓൾമോസ്റ്റ് 100% അടുത്ത് പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ മാർക്കറ്റ് എൻ്റെ വ്യൂ കറക്റ്റായിരുന്നു. 23,601 ആണ് ഇപ്പോൾ ഉച്ചവരെ നോക്കിയപ്പോൾ ലോ വന്നേക്കുന്നത്. അതെങ്ങനെ പോയിന്ന് എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മുടെ വ്യൂ എങ്ങനെയോ കറക്റ്റായി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഹാപ്പി ട്രേഡിങ്.